കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ എന്നും സവിശേഷമായ പ്രാധാന്യമുള്ള ഒന്നാണ് SSLC ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകൾ. വിദ്യാർത്ഥികളുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടമായി ഇതിനെ കണക്കാക്കുന്നു. എന്നാൽ പരീക്ഷാ സീസൺ ആരംഭിക്കുന്നതോടെ പതിവായി കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ചും പരീക്ഷാ മാറ്റത്തെക്കുറിച്ചുമുള്ള വ്യാജ പ്രചാരണങ്ങൾ. ഈ വർഷത്തെ പരീക്ഷാവേളയിലും ഇത്തരം തെറ്റായ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരിട്ട് രംഗത്തെത്തി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആത്മവിശ്വാസം പകരുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ വാട്സ്ആപ്പ്, ടെലിഗ്രാം, ഇൻസ്റ്റാഗ്രാം എന്നിവ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും വ്യാജ വാർത്തകൾ പരക്കുന്നത്. യഥാർത്ഥ ചോദ്യപേപ്പർ എന്ന പേരിൽ വ്യാജമായി നിർമ്മിച്ച രേഖകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കുട്ടികളെയും രക്ഷിതാക്കളെയും ഭീതിയിലാഴ്ത്താൻ ചില സംഘങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഭീതി സൃഷ്ടിക്കുന്നവർ തന്നെ പിന്നീട് പരിഹാര മാർഗങ്ങളുമായി കുട്ടികളെ സമീപിക്കുന്നതാണ് ഇതിലെ ഏറ്റവും അപകടകരമായ വശം. ചോദ്യപേപ്പർ ചോർന്നുവെന്നോ അല്ലെങ്കിൽ ചോദ്യങ്ങൾ കഠിനമായിരിക്കുമെന്നോ പ്രചരിപ്പിച്ച് കുട്ടികളുടെ ആത്മവിശ്വാസം തകർക്കുകയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. തുടർന്ന് പരീക്ഷാ സഹായികൾ എന്ന പേരിൽ വലിയ തുക വാങ്ങി വ്യാജ ചോദ്യങ്ങൾ വിറ്റഴിക്കാൻ ശ്രമിക്കുന്നു. ഇത് കേവലം വിനോദത്തിന് വേണ്ടിയുള്ള പ്രചാരണമല്ല, മറിച്ച് കൃത്യമായ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടുള്ള തട്ടിപ്പാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നിർദ്ദേശവും നൽകി കഴിഞ്ഞു. കേരളത്തിലെ പരീക്ഷാ സംവിധാനം ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട മാതൃകാപരമായ ഒന്നാണ്. അതീവ രഹസ്യ സ്വഭാവത്തോടും സുരക്ഷാ ക്രമീകരണങ്ങളോടും കൂടിയാണ് ഓരോ ചോദ്യപേപ്പറും തയ്യാറാക്കുന്നത്. ഈ വർഷം പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പരീക്ഷകൾ നടക്കുന്നത്. പാഠഭാഗങ്ങളെ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് കുട്ടികളുടെ നൈപുണ്യവും അറിവും പരിശോധിക്കുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് മുതൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നത് വരെ ഒന്നിലധികം സുരക്ഷാ പരിശോധനകൾക്ക് വിധേയമാണ്. ഇതിൽ യാതൊരു വിധത്തിലുള്ള അഴിമതിക്കോ വീഴ്ചയ്ക്കോ സ്ഥാനമില്ല. കുട്ടികളിലെ പരീക്ഷാപ്പേടി അകറ്റുന്നതിനായി സർക്കാർ സംഘടിപ്പിച്ച മോഡൽ പരീക്ഷകൾ വളരെ ലളിതമായിരുന്നു. പൊതുപരീക്ഷയും കുട്ടികൾക്ക് എളുപ്പത്തിൽ അഭിമുഖീകരിക്കാൻ സാധിക്കുന്ന രീതിയിലായിരിക്കുമെന്നും അതിനാൽ അനാവശ്യ ആശങ്കകൾക്ക് സ്ഥാനമില്ലെന്നും വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പ് നൽകുന്നു. പരീക്ഷാക്കാലത്ത് വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ സമ്മർദ്ദത്തിന് അടിമപ്പെടുന്നത് രക്ഷിതാക്കളാണ്. ഈ മാനസികാവസ്ഥ ചൂഷണം ചെയ്യാനാണ് വ്യാജ പ്രചാരണങ്ങൾ ശ്രമിക്കുന്നത്. രക്ഷിതാക്കൾ സംയമനം പാലിക്കുകയും ഔദ്യോഗിക വിവരങ്ങൾക്കായി മാത്രം വിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റുകളെയോ വിദ്യാലയങ്ങളുടെയോ ആശ്രയിക്കുകയോ വേണം. കുട്ടികളിൽ പരീക്ഷയെക്കുറിച്ച് അമിതഭാരം അടിച്ചേൽപ്പിക്കാതെ അവർക്ക് അനുകൂലമായ പഠനാന്തരീക്ഷം ഒരുക്കാനാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വർഷത്തെ പരീക്ഷാ നടത്തിപ്പിനെ ബാധിച്ചേക്കാവുന്ന ഒരു പ്രധാന ഘടകമായിരുന്നു മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സംഘർഷ സാഹചര്യം. യുദ്ധം കാരണം ഗൾഫ് മേഖലയിൽ നിന്നും കേരളത്തിലെത്തി പരീക്ഷ എഴുതാൻ സാധിക്കാത്ത നിരവധി കുട്ടികളുണ്ട്. അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കൊപ്പം വിദേശത്ത് പോയി അവിടെ കുടുങ്ങിപ്പോയ കുട്ടികളുടെ കാര്യത്തിലും സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചത് പ്രകാരം ഇത്തരം പ്രതിസന്ധികൾ നേരിടുന്ന ഒരു വിദ്യാർത്ഥിക്കും പരീക്ഷാവസരം നഷ്ടപ്പെടില്ല. വിദേശത്ത് കുടുങ്ങിപ്പോയവർക്കും യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിടുന്നവർക്കും സാഹചര്യം മെച്ചപ്പെടുന്ന മുറയ്ക്ക് പ്രത്യേക പരീക്ഷാ സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ തയ്യാറാണ്. കുട്ടികളുടെ ഭാവി സംരക്ഷിക്കുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നത്. ഗൾഫിലെ പരീക്ഷാ കേന്ദ്രങ്ങളിലും കൃത്യമായ മേൽനോട്ടം സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ കുട്ടികളെ സ്വീകരിക്കാനും അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും അധ്യാപകർ സജ്ജരാണ്. ഓരോ പരീക്ഷാ കേന്ദ്രത്തിലും സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ശാന്തമായി പരീക്ഷ എഴുതാൻ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ സ്കൂളുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ഹീറ്റ് വേവ് പോലുള്ള കാലാവസ്ഥാ പ്രതിസന്ധികൾ നേരിടാൻ കുടിവെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും സ്കൂൾ അധികൃതർ ഉറപ്പാക്കിയിട്ടുണ്ട്. പൊതുപരീക്ഷകൾ എന്നത് വിദ്യാർത്ഥികളുടെ അറിവ് അളക്കുന്നതിലുള്ള ഒരു മാനദണ്ഡം മാത്രമാണ്. അത് ജീവിതത്തിന്റെ അന്ത്യമല്ല. അതുകൊണ്ട് തന്നെ പരീക്ഷകളെ ഭീതിയോടെ കാണേണ്ടതില്ല. കുട്ടികൾ തങ്ങൾ പഠിച്ച കാര്യങ്ങൾ വിശ്വസിക്കുകയും ആത്മവിശ്വാസത്തോടെ പരീക്ഷാ ഹാളിനെ സമീപിക്കുകയും ചെയ്യണം. വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നാലെ പോയി വിലപ്പെട്ട സമയവും മാനസിക സമാധാനവും കളയരുത്. സർക്കാർ നൽകുന്ന ഉറപ്പുകൾ വിശ്വാസത്തിലെടുത്ത് അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുക. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം കാത്തു സൂക്ഷിക്കുന്നതിലും കുട്ടികൾക്ക് മികച്ച അവസരങ്ങൾ ഒരുക്കുന്നതിലും കേരള സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പരീക്ഷകൾ സുഗമമായി പൂർത്തിയാക്കാൻ എല്ലാവരുടെയും സഹകരണവും അത്യാവശ്യമാണ്.